बाप दादा सभी बच्चों के पांच स्वरूप दे रहे। पहला अनादि ज्योति बिंदु स्वरूप। याद है ना अपना स्वरूप? याद है ना? भूल तो नहीं जाती। दूसरा है आदि देवता स्वरूप। पहुंच गए देवता स्वरूप में, पहुंच गए, चले गए देवता रूप में। तीसरा मध्य में पूज्य स्वरूप। चौथा है संगम युगी ब्रह्मांड स्वरूप। और लास्ट में है फरिश्ता स्वरूप। जीरो याद आगे आगे। अच्छा, एक सेकंड में ये पांच रूपों में अनुभव कर सकते हो अपने को। 1 2 3 4 5 अनुभव कर सकते हो, कर सकते हो, कर रहे हो। ये पांची स्वरूप कितने प्यारे। जब जाओ जिस भी रूप में स्थित होने जाओ, सोचा और अनुभव किया। ये रूहानी मन की एक्सरसाइज, और ये एक्सरसाइज करते रहेंगे तो बिल्कुल लाइट हो जाए, अभ्यास हो जाएगा। Oh
अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। शिव बाबा का याद है। മുരളി ഡേറ്റ് 3/1/2025. ബാബയുടെ ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ പഠിപ്പ് പിന്നീട് സേവനം, ഈ രണ്ട് കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ബാബ ചില അറിവുകൾ അഥവാ ചില ശിക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഇന്ന് നൽകുകയാണ്. അപ്പം നമുക്ക് കേൾക്കാം. മുരളി ഡേറ്റ് 3/1/2025. മുരളിയുടെ സാരമാണ്, मीठे बच्चे, निराकार बाप तुम्हें अपनी मत देकर आस्तिक बनाते हैं। आस्तिक बनने से ही तुम बाप का वर्षा ले सकते हो. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിരാകാരനായ ബാബ നിങ്ങൾക്ക് തൻ്റെ നിർദ്ദേശം നൽകിക്കൊണ്ട് ആസ്തികരാക്കി മാറ്റുകയാണ്. നിരാകാരനായ ബാബ നിങ്ങൾ കുട്ടികൾക്ക് തൻ്റെ നിർദ്ദേശം നൽകി ആസ്തികരാക്കി മാറ്റുകയാണ്. ആസ്തികരാകുന്നതിൽ നിന്നാണ് നിങ്ങൾ ബാബയുടെ സ്വത്ത് നേടാൻ സാധിക്കുകയുള്ളൂ. ആസ്തികരാകുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ബാബയുടെ സ്വത്ത് നേടാൻ സാധിക്കുക. ചോദ്യം, बेहद की राजाई प्राप्त करने के लिए किन दो बातों पर पूरा अटेंशन देना चाहिए.
പരിധിയില്ലാത്ത രാജ്യാധികാരം പ്രാപിക്കുന്നതിന് വേണ്ടി, പരിധിയില്ലാത്ത രാജ്യാധികാരം നേടുന്നതിന് വേണ്ടി ഏത് 2 കാര്യങ്ങളിലാണ് പരിപൂർണമായും ശ്രദ്ധ നൽകേണ്ടത്? ഏത് 2 കാര്യങ്ങളിലാണ് പരിപൂർണമായും ശ്രദ്ധ നൽകേണ്ടത്? उत्तर, एक पढ़ाई और दूसरा सर्विस. സർവീസ് के लिए लक्षण भी बहुत अच्छा चाहिए. ആ 2 കാര്യങ്ങളാണ്. ഒന്ന് പഠിപ്പ്, അതായത് ജ്ഞാനം. രണ്ടാമത്തത് സർവീസ്, സേവനം. എന്നാൽ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷണവും അതിഉത്തമമായിരിക്കണം. സർവീസ് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷണം അതിഉത്തമമായിരിക്കണം. ये पढ़ाई बहुत वंडरफुल है, इससे तुम राजाई प्राप्त करते हो. ഈ പഠിത്തം വളരെയധികം അത്ഭുതകരമാണ്. കാരണം ഈ വിദ്യയിൽ കൂടിയാണ് നിങ്ങൾ രാജ്യാധികാരം നേടുന്നത്. द्वापर से धन दान करने से राजाई मिलती है, लेकिन अभी तुम पढ़ाई से प्रिंस प्रिंसेस बनते हो. ദ്വാപരയുഗം മുതൽ എത്രമാത്രം നിങ്ങൾ ധനസമ്പത്ത് ദാനം ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ധനവാനായി മാറുക, അതായത് രാജ്യാധികാരം നേടുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ പഠിപ്പ് പഠിക്കുന്നതിലൂടെയാണ് സത്യുഗത്തിൽ അഥവാ ഭാവിയിൽ സ്വർഗത്തിൽ പ്രിൻസ് പ്രിൻസസ്സായി മാറുക. ദ്വാപരയുഗം മുതലുള്ള കണക്ക് വേറെ. എന്നാൽ സംഗമയുഗത്തിൽ നമ്മൾ ഈ വിദ്യ പഠിക്കുന്നതിലൂടെ എന്താകുന്നു? സത്യുഗത്തിൽ പ്രിൻസ് പ്രിൻസസ്സായി മാറും. അപ്പോൾ നമ്മൾ 2 കാര്യത്തിലാണ് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒന്ന് പഠിത്തം, രണ്ടാമത്തത് സർവീസ്. ഇന്നത്തെ ഗീതമാണ് ഹമാരെ തീരത്ത് ന്യാരേ ഹേ. നമ്മുടെ തീർത്ഥയാത്ര വ്യത്യസ്തമാണ്. ഓം ശാന്തി. मीठे मीठे रूहानी बच्चों ने गीत की एक लाइन सुनी, तुम्हारे तीर्थे घर में बैठे चुपके से मुक्ति धाम पहुँचना. അപ്പോൾ ബാബ പറയണം, മധുര ആത്മീയ കുട്ടികൾ പാട്ടിൻ്റെ ഒരു വരിയല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ തീർത്ഥസ്ഥാനം അഥവാ തീർത്ഥയാത്ര വ്യത്യസ്തമാണ്. കാരണം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ശാന്തരായിരുന്ന് മിണ്ടാതിരുന്ന് മുക്തിധാമത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ദുനിയാക്കി തീർത്ഥത്തോ കോമൺ ഹേ തുമാരെ ഹേ ന്യാരെ. ലോകത്തിൽ അനേക തീർത്ഥയാത്രകൾ പോകാറുണ്ട്, തീർത്ഥസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം വേറിട്ടതാണ് നമ്മുടെ ഈ തീർത്ഥയാത്രയും നമ്മുടെ തീർത്ഥസ്ഥാനവും. മനുഷ്യോं का बुद्धियोग तो साधु संतों आदि तरफ बहुत ही भटकता रहता. तुम बच्चों को तो सिर्फ बाप को ही याद करने का डायरेक्शन मिलता. സാധാരണ മനുഷ്യർ തീർത്ഥയാത്രകൾ പോകുമ്പോൾ തീർത്ഥസ്ഥാനത്തിൻ്റെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പോകുമെങ്കിലും അവരുടെ ബുദ്ധി എപ്പോഴും സാധു സന്യാസിമാരിൽ തന്നെ അലഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ബാബയുടെ ഡയറക്ഷൻ ലഭിച്ചിരിക്കുന്നത് കേവലം നമ്മുടെ ഓർമ്മ ഒരേ ഒരു ബാബയെ മാത്രമായിരിക്കണം. നമ്മുടെ ബുദ്ധിയോഗം കണക്ട് ചെയ്യേണ്ടത് ഒരേ ഒരു ബാബയുമായിട്ടായിരിക്കണം. അവർ തന്നെയാണ് നിരാകാരനായിരിക്കുന്ന അച്ഛൻ. അപ്പം അത്തരത്തിൽ നിരാകാരൻ എന്ന് പറയുമ്പോൾ ഐസനേക്ക് നിരാകാർക്കോ മാന്യ വാലെ നിരാകാരി മത്ത് കേ ടെഹരെ. അപ്പോൾ ബാപ്പണ് നിരാകാരനായിരിക്കുന്ന ഭഗവാൻ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് നിരാകാരി മതം ഉള്ളവരാണ്. അത്തരത്തിലുള്ളൊരു മതമുണ്ടോ, ധർമ്മമുണ്ടോ? ഇല്ല. ദുനിയാമേ മത്ത് മതാന്തരത്തോ ബഹുത്തേന. ബാബ പറയുന്ന ലോകത്തിൽ അത്രയധികം മതങ്ങളും അനേക തരത്തിലുള്ള ധർമ്മങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. ഏക നിരാകാരി മത്ത് നിരാകാർ ബാപ്പ് ദേത്ത. അപ്പം നിരാകാരിയായിരിക്കുന്ന ഈ ഒരു ശ്രേഷ്ഠ നിർദ്ദേശം കേവലം നിരാകാരനായിരിക്കുന്ന ബാബ നൽകുന്നു. ഏതാണ് നിരാകാരി മതം? നിരാകാരാത്മാവായി ഇരുന്നു കൊണ്ട് നിരാകാരനായിരിക്കുന്ന ബാബയെ നിരാകാരി ലോകത്തിൽ ഓർമ്മിക്കും എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു നിരാകാരി നിർദ്ദേശം നൽകുന്നത് ഒരേ ഒരു നിരാകാരനായിരിക്കുന്ന ബാബ. അപ്പോൾ ബാബ പറയണ ആ ഒരു നിർദ്ദേശത്തിൽ കൂടി നടക്കുമ്പോഴേ മനുഷ്യൻ ഊഞ്ചേത്തെ ഊഞ്ച് പദ്, ഉയർന്നതിലും ഉയർന്ന പദവി, അതായത് ജീവൻ മുക്തി അതോ മുക്തി നേടുവാൻ സാധിക്കുക. പക്ഷെ ബാബ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും അറിയുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. സിർഫ് ഐസെ ഹി കഹദേത്തെ നിരാകാർക്കോ മാന്യ വാലെ. അവർ ഇത്രമാത്രം പറയും, നിരാകാര ഭഗവാനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത്.
എന്നാലും ബാബ പറയുന്നത് ഭഗവാനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് ഒത്തിരി സത്സംഗങ്ങളുണ്ട്, ഒത്തിരി ധർമ്മങ്ങളുണ്ട്, അല്ലേ, ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് ബാബ പറയുന്ന അനേക മതങ്ങളുണ്ട്. സത്യുഗ്മേത്തോ ഹോത്തി ഹി ഏക് മത്, എന്നാൽ സത്യുഗത്തിൽ ഉണ്ടാകുന്നതോ ഏകമതം മാത്രം. കലിയുഗത്തിലാണെങ്കിലോ ബാപ്പണ അനേക മതം. ഒരാൾ ഒരു പ്രവചനം നടത്താൻ തുടങ്ങിയ അവർ പറയുന്നതനുസരിക്കുന്ന അനുകരിച്ച് പോകുന്നവർ ധാരാളം ഉണ്ട്. ബാപ്പണ് വലിയ വലിയ സത്സംഗങ്ങളുണ്ട്, ചെറിയ ചെറിയ സത്സംഗങ്ങളുണ്ട്, അല്ലേ, ഒത്തിരി അനവധി മഠബന്ധങ്ങളുണ്ട്. അപ്പോൾ ബാബ പറയുന്ന അനേക ധർമ്മങ്ങളുണ്ട്, അതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മതങ്ങളും ഉണ്ട്. ഗർ ഗർമേ ഹരേക്ക് കി അപ്പനി മത്ത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബാപ്പണ് ഓരോ വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ വിശ്വാസങ്ങളും മതങ്ങളും ഒക്കെ വേറെയായിരിക്കും. യഹാ തും ബച്ചോं को एक ही बाप ऊंचे ते ऊंच मत देता ऊंचे ते ऊंच बनाने की. എന്നാൽ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ബാബ ഒറ്റ ഡയറക്ഷൻസ് മാത്രമേ നൽകുന്നുള്ളൂ, അതും ഉയർന്നതിലും ഉയർന്നവനാകാൻ വേണ്ടി. തുമാരെ ചിത്ര ദേഖ ബഹുത് ലോഗ് കഹത്തെ കി യേ ക്യാ ബനായ മുഖ്യ ബാത് ക്യാ ഹെ. ഇപ്പോൾ ബാപ്പണ് നിങ്ങളുടെ ഈ ചിത്രങ്ങളൊക്കെ, ഈ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിക്കും. ബോലോ ഈ രചിത്തോ രചനാക്കി ആദ്യ മധ്യാന്തക ജ്ഞാൻ ഹെ. അപ്പം അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്നലെ ബാബ പറഞ്ഞല്ലോ, 2000 പേരുടെ സഭയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ബാബയുടെ സന്ദേശം കൊടുക്കാനുള്ള ആ ഒരു താക്കത്ത് നിങ്ങൾ കുട്ടികളിലുണ്ട് എന്ന്. അപ്പോൾ ബാപ്പൺ അവർക്ക് പറഞ്ഞു കൊടുക്ക്. രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദ്യ മധ്യാന്ത്യത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണ് ഇവിടെ, ആ ഒരു അറിവാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനത്തിൽ കൂടിയാണ് നമ്മൾ ആരായിത്തീരുന്നത്, ആസ്തികരായി മാറുന്നത്. ആസ്തികരായി മാറുന്നതിലൂടെ മാത്രമേ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ സ്വത്ത് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. നാസ്തികരാകുന്നതിലൂടെ എന്തായി മാറുകയാണ്, നേടിയെടുത്ത സമ്പത്തുകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി, അല്ലേ. ദ്വാപരയുഗം മുതൽ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ഉണ്ടായിരിക്കുന്ന ആ രാജാധികാരം മുഴുവനായിട്ട് എന്താവുകയാണ്, തട്ടിയെടുക്കപ്പെടുകയാണ്. അഭി തും ബച്ചോं का धंधा ही यह है नास्तिक को आस्तिक बनाना. അതുകൊണ്ട് ബാപ്പണ് സംഗമയുഗത്തിൽ നമ്മൾ ബ്രാഹ്മണ കുട്ടികളുടെ ജോലി തന്നെ എന്താ, ബാപ്പണ് നാസ്തികരായിരിക്കുന്നവരെ ആസ്തികരാക്കി മാറ്റുക. ഈ പരിചയം തുംകോ മിലാ ഹേ ബാപ് സെ. അപ്പോൾ ഈ ഒരു പരിചയം ലഭിച്ചതാരിൽ നിന്നാണ്, ബാബയിൽ നിന്നും. ത്രിമൂർത്തിയുടെ ചിത്രം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ തീർച്ചയായിട്ടും രചിക്കപ്പെടുന്നു. ബ്രാഹ്മണോ സേ ഹി യജ്ഞം ചെലുത്ത. അപ്പോൾ ബാപ്പണ് നിങ്ങൾ ബ്രാഹ്മണരിലൂടെയാണ് യജ്ഞം രചിക്കപ്പെടുന്നതും യജ്ഞം നടത്തിക്കപ്പെടുന്നതും. യ ബഡാ ഭാരി യജ്ഞ ഹെ. ബാപ്പണ് ഇത് ഏറ്റവും വലിയ യജ്ഞമാണ്. ഏത് യജ്ഞം? സംഗംയുഗത്തിൽ ബാബ സ്വയം വന്ന് രചിക്കുന്ന ഈ ഒരു യജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം. അത് പറയാനുള്ള കാരണം എന്താ, ബാപ്പണ് മുഴുവൻ പഴയ ലോകവും സ്വാഹാർത്ഥം എന്നാണ്, മുഴുവനും പരിവർത്തനപ്പെടുന്നത് ഈ ഒരു യജ്ഞകുണ്ടത്തിൽ എത്തുമ്പോഴാണ്. പെഹലെ പേലത്തെ സംജാന ഹോത്ത कि ऊंचे ते ऊंच बाप है सभी ആത്മായെ ഭായി ഭായി ടെഹരെ. അപ്പം ആദ്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഉയർന്നതിലും ഉയർന്നവൻ, മാനവ ആത്മാക്കൾക്കും മുകളിൽ ഒരു ശക്തി, അതേതാ, പരമാത്മശക്തി, അതാണ് സർവ്വാത്മാക്കളുടെയും അച്ഛൻ. അപ്പോൾ ബാപ്പണ് നമുക്കിടയിലുള്ള സംബന്ധം എന്താണ്, നമ്മൾ ആത്മാക്കൾ പരസ്പരം സഹോദരന്മാരാണ്. സബി ഏക് ബാപ് കോ യാദ് കർത്തെ. ആ ഒരു സംബന്ധത്തിലാണ് ഇന്ന് വിശ്വത്തിലുള്ള എല്ലാവരും ഒരേ ഒരു അച്ഛനെ ഓർമ്മിക്കുന്നത്. അവരെ തന്നെയാണ് പരംപിതാവ് എന്ന് വിളിക്കുന്നത്. സ്വത്തും കൂടി രചയിതാവിൽ നിന്നാണല്ലോ രചനയ്ക്ക് ലഭിക്കുന്നത്. രചനാസേത്തോ മിൽനാസക്കെ. രചനയ്ക്ക് ഒരിക്കലും കിട്ടുകയില്ല. രചയിതാവിൽ നിന്നാണ് രചനയ്ക്ക് എന്ത് കിട്ടുന്നത്, സ്വത്ത് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും പല ആഗ്രഹങ്ങളും പല മന ഇച്ഛകൾ വെച്ച് ആരെ ഓർമ്മിക്കുന്നത്, ഈശ്വരനെ ഓർമ്മിക്കുന്നു. അബ് ബാബ ഹൈ ഹി സ്വർഗ കാ രചയിത और भारत में ही आता आकर ഈ കാര്യകർത്ത. അപ്പോൾ ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവും. അതും ബാബ വരുന്നത് ഭാരതത്തിൽ തന്നെയാണ്. ഈ സൃഷ്ടിയുടെ രചന നടത്തുന്നതും എവിടെയാ, ഇതേ ഭാരതത്തിൽ. त्रिमूर्ति का चित्र तो बड़ी अच्छी चीज़ है, ये बाबा ये दादा.
അപ്പോൾ ബാബയുടെ ത്രിമൂർത്തിയുടെ ചിത്രം വളരെ വ്യക്തമാണ്, വളരെ ഉത്തമമായിരിക്കുന്ന പിക്ചർ. ബാബ മിനിയാത്ത മുരളിയിലും പറഞ്ഞു ത്രിമൂർത്തിയുടെ ചിത്രത്തിൽ മുഴുവൻ ജ്ഞാനം അടങ്ങിയിട്ടുണ്ട്. മുകളിൽ ശിവബാബയുണ്ട്, താഴെ ബ്രഹ്മബാബയെ കാണിച്ചിരിക്കുന്നു. ബ്രഹ്മബാബയിലൂടെയാണ് ബാബ സൂര്യവംശത്തെ സ്ഥാപിക്കുന്നത്. तो बाबा कहते मुझे याद करो तो विक्रम विनाश हो जाएगा. അപ്പോൾ ബാബ പറയണ എന്നെ മാത്രം ഓർമ്മിക്കും, അപ്പോൾ നിങ്ങളിലെ വികർമ്മം വിനാശമാകും. एक एम ऑब्जेक्ट पूरी है इसलिए बाबा മെഡൽസ് भी बनवाते. അപ്പോൾ ബാബ പറഞ്ഞു തരാണ് ഈ ബാഡ്ജിന് ബാബ പറയണ മെഡൽ. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്യമാണല്ലോ, അതുകൊണ്ടാണ് ബാബ ഇത്തരത്തിൽ ബാഡ്ജസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ ബാബ പറയുന്ന മെഡൽസ് ആണ്. बोलो ഷോർട്ട് മേ ഷോർട്ട് ദോ അക്ഷർ മേ ആപ്കോ സംജാത്തെ ഹെ. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബാപ് സെ സെക്കൻഡ് മേ വർഷ മിൽന ചാഹിയേ ന, ബാപ് ഹൈ ഹി സ്വർഗക്കാ രചയിത. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഒരു സെക്കൻഡിലാണല്ലോ ബാബയിൽ നിന്ന് സ്വത്തെടുക്കേണ്ടത്, കാരണം ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. മെഡൽസ് തോ ബഹുത് അച്ചി ചീസ്. അതുകൊണ്ടാണ് ബാബ ആ ഒരു സമയത്ത് ഈ ബാഡ്ജസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ബാഡ്ജസ് കാണുമ്പോൾ ചോദിക്കൽ ഇതെന്താ ഒരു മെഡലാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഈസി ആകും. പരന്തു ബഹുത് ദേഹാഭിമാൻ ബച്ചെ സമസ്തേ നഹി. ബാബ പറഞ്ഞ ബാഡ്ജിൻ്റെ വാല്യൂ എന്താണ്, മൂല്യം എന്താണെന്ന് അനേക ബ്രാഹ്മണ കുട്ടികൾക്ക് അറിയ പോലും ഇല്ല. ഇൻമേ സാരാ ജ്ഞാൻ ഹെ ഏക് സെക്കൻഡ് കാ. അപ്പോൾ ബാബ പറഞ്ഞ ഈ ബാഡ്ജിലാണ് ഒരു സെക്കൻഡിൻ്റെ നോളജ് ഉള്ളത്. ബാബ ഭാരത് കോ ഹി ആക്ക സ്വർഗ ബനാത്തെ. അപ്പോൾ ബാബ വന്നിരിക്കുന്ന ഭാരതത്തിൽ എന്തിന്, സ്വർഗമുണ്ടാക്കാൻ വേണ്ടി. നയി ദുനിയ ബാബ് ഹി സ്ഥാപൻ കർത്തെ. പുതിയ ലോകം സ്ഥാപിക്കുന്നതുവാരാ, ബാബ തന്നെ. ये പുരുഷോത്തം സംഗംയുഗ് ബി ഗായ ഹുവാ ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരണ പുരുഷോത്തമ സംഗംയുഗം എന്നുള്ള ഗായനമുണ്ട്. ये सारा ज्ञान ബുദ്ധി മേ ടപക്ന ചെ. അപ്പോൾ ബാപ്പണി ഈ മുഴുവൻ ജ്ഞാനവും നമ്മുടെ ബുദ്ധിയിൽ സ്പന്ദനമായിക്കൊണ്ടിരിക്കണം. കോയി കാ യോഗ ഹേത്തോ ഫിർ ജ്ഞാൻ നഹി ധാരണ നഹി ഹോത്തി. മക്കളുടെ അവസ്ഥ എന്താ, ചിലവരിൽ യോഗം നടക്കുന്നുണ്ട്, പക്ഷെ അവരിൽ ഒട്ടും ജ്ഞാനവും ഉണ്ടാകുന്നില്ല, ബാബയുടെ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ധാരണ ഉണ്ടാകുന്നില്ല. സർവീസ് കർനെ വാലെ ബച്ചോं को ज्ञान की धारणा अच्छी हो सकती है. ആരാണോ സർവീസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികളിൽ നല്ല രീതിയിൽ ജ്ഞാനം ധാരണ ഉണ്ടാകും. बाप अगर मनुष्यों को देवता बनाने की सेवा करे और बच्चे कोई सेवा ना करे तो वो क्या काम के. അതായത് ബാബ വന്നിരിക്കുന്നത് തന്നെ മനുഷ്യനെ ദേവതയാക്കുവാനുള്ള സേവനം ചെയ്യാനാണ്. അപ്പോൾ ബാപ്പന് കുട്ടികൾ ആ സേവനം ചെയ്യുന്നില്ല എങ്കിൽ ബാബ പറയണ പിന്നെ അങ്ങനെയുള്ള കുട്ടികൾ എന്താവശ്യത്തിന് അല്ലേ, ബാപ്പന് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യമെന്ന് ബാബ ചോദിക്കണം. കാരണം ബാബ തന്നെ സേവ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളും കൂടി ആരാണ്, സേവകരാണ്. വോ ദിൽ പർ ചട് കൈസേ സത്ത. സേവനം ചെയ്യാത്ത കുട്ടികൾ ബാബയുടെ ഹൃദയത്തിൽ എങ്ങനെ സ്ഥാനം നേടാൻ കഴിയാം. ബാബ കേത്തെ ഡ്രാമ പേർ പാർട്ടി ഹി ഹെ രാവൺ രാജ്യ സെ സബ്കോ ചുടാന. ഇപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഈ നാടകത്തിൽ ബാബയ്ക്കുള്ള റോള് തന്നെ എന്താ, രാവണ രാജ്യത്തിൽ നിന്നും എല്ലാ ആത്മാക്കളെയും മോചിപ്പിക്കുക എന്നുള്ളത്. രാമരാജ്യം പിന്നീട് രാവണ രാജ്യം, ഇത് രണ്ടിൻ്റെയും ഗായനം ഭാരതത്തിലാണല്ലോ. ബാബ പറയാണ് അബ് രാം കോൻ. ഇവിടെ നമ്മൾ അറിയണം രാമൻ ആരാണെന്നുള്ളത്. പക്ഷെ യഥാർത്ഥ രാമനെ കുറിച്ചുള്ള പരിചയവും ആർക്കുമില്ല. ഗാത്തെ ബിഹെ പതീത് പാവൻ ഭക്തോं का ഭഗവാൻ ഏക്. നമ്മൾ പാടാറുണ്ട് പതീത പാവനൻ, ഭക്തരുടെ ഭഗവാൻ ഏകനാണെന്നൊക്കെ. तो पहले जब कोई अंदर घुसे तो बाप का परिचय दो. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് സെൻറ്ററിലേക്കോ അതോ നിങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും വന്നാൽ ഉടനെ അവർക്ക് ബാബയുടെ പരിചയം കൊടുക്കുക. ആദ്മി ദേക്ക സംജാന ചായ. വെറുതെ ബാബണ് ആരെങ്കിലും ഒരാൾ വരുമ്പോഴേക്കും അവരെ പിടിച്ചിരുത്തി ആത്മപരമാത്മ ജ്ഞാനം കൊടുക്കുന്നല്ല, അങ്ങനെയുള്ളവർ കേൾക്കില്ല, അവർക്ക് മുഷ്പ് വരും. അതുകൊണ്ട് ബാപ്പണ് വ്യക്തികളെ നോക്കി വേണം ജ്ഞാനം അതിനനുസരിച്ച് കൊടുക്കാൻ. ബേഹദ് കാ ബാപ്പ് ആത്തേ ഹി ഹെ ബേഹദ് കെ സുഖ വർഷ ദേനെ. അപ്പോൾ പരിധിയില്ലാത്ത ബാബ വരുന്നത് തന്നെ എന്തിനാ, പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സ്വത്ത് നൽകാൻ. ഉൻകോ അപ്നാ ശരീർ തോ ഹായ് നഹി തോ വർഷ കൈസേ ദേത്ത. ഇതൊക്കെ നമ്മൾ അറിയണം. നിരാകാരനാണ് ബാബ, ബാബയ്ക്ക് തൻ്റെതായ ശരീരമില്ല, കാരണം ബാബ ഗർഭത്തിൽ കൂടി ജന്മെടുക്കുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ബാബ സ്വത്ത് നൽകുക. ബാബ സ്വയം തന്നെ മക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്, നിരാകാരനായതുകൊണ്ട് തന്നെ
ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തെ ആധാരമാക്കി നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതായത് രാജയോഗം പഠിപ്പിച്ച് നിങ്ങൾ കുട്ടികളെ പദവി നേടാൻ പ്രാപ്തരാക്കി മാറ്റുന്നു. ഇസ് മെഡൽ മേ സെക്കൻഡ് കി സംജാനി ഹെ. അതുകൊണ്ട് വേണം ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഈ മെഡൽ ധരിപ്പിച്ചതും അതിനാണ്. അതുകൊണ്ട് ബാപ്പണ് ഈ മെഡലിൽ 1 സെക്കൻഡിൽ തന്നെ ജ്ഞാനം കൊടുക്കാൻ പറ്റും. മുഴുവൻ ജ്ഞാനവും അതിലടങ്ങിയിട്ടുണ്ട്. കിത്തന ചോട്ടാ മെഡൽ ഹേ പരന്തു സംജാനെ വാലെ ബഡേ ദേഹി അഭിമാനി ചൈ. ബാപ്പണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മെഡൽ വളരെ ചെറുതാണ് അല്ലേ, ബാഡ്ജ് വളരെ ചെറുതാണ്. പക്ഷെ ഇതിൻ്റെ ആധാരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ എങ്ങനെയുള്ളതായിരിക്കണം? ബാപ്പണ് വളരെയധികം ആത്മ അഭിമാനികളായിരിക്കണം. പക്ഷെ ബാബ പറയണ അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. ഈ മെഹനത് കോയിസെ പൗഞ്ചത്തി നഹി. ബാപ്പണ് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാം അത്ര എളുപ്പം ആകുന്നില്ല കുട്ടികളിൽ. इसलिए बाबा कहते चार्ट रख कर देखो सारे दिन में हम कितना टाइम याद में रहते. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ് ചാർട്ട് എഴുത്. ഞാൻ എത്ര സമയം ബാബ അത്തരത്തിൽ ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ ദിവസം ഓർമ്മിക്കുന്നുണ്ടെന്ന് ചാർട്ട് നോക്ക്. സാരാ ദിൻ ഓഫീസ് മേ കാം കർത്തെ യാദ് മേ രഹന. ബാബ യുക്തി പറയാണ്, മുഴുവൻ ദിവസം നിങ്ങൾ ഓഫീസിലായിരിക്കാം, നിങ്ങൾ എല്ലാ കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കുക. കർമ്മത്തോ കർണാഹി. ബാബന് എന്തായാലും കർമ്മം ചെയ്യുക തന്നെ വേണം. യഹാ യോഗമേ ബൈഠക്ക് കേത്തെ ബാബാ കോ യാദ് കറോ. ഉസ് സമയം കർമ്മത്തോ കർത്തേ ഹി നഹീന്ന്. ഇപ്പം മധുബനത്തിലാകുമ്പോൾ അതോ കുറച്ച് സമയം നമ്മൾ സെൻട്രലെത്തുമ്പോൾ അവിടെ ഇരുത്തുന്നത് തന്നെ യോഗം ചെയ്യുന്ന പറയാം, ബാബയെ ഓർമ്മിക്കുന്നതാണ് പറയാം. അപ്പം അവിടെ കർമ്മം ചെയ്യേണ്ടതായി വരുന്നില്ല. അപ്പം അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം? ലാഭം എടുക്കാം, ബാബയെ ഓർമ്മിക്കാൻ പറ്റും. तुमको तो कर्म करते याद करना नहीं तो बैठने की आदत पड़ जाती है. അതുകൊണ്ട് ബാബ പറയുന്ന കർമ്മയോഗികളാണ് നമ്മൾ, ഇരുന്ന് തപസ് ചെയ്യുന്നവരല്ല. ബാബന് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ എന്താകും? ഇരുന്നാൽ മാത്രമേ യോഗം ഉണ്ടാവൂ, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് മാറും. അതുകൊണ്ടാണ് ബാബന് കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് ബാബന് നിങ്ങൾ കർമ്മയോഗിയാണെന്ന് തെളിയിക്കപ്പെടണം. പാർട്ട് തോ ജറൂർ ബച്ചാന. വെറുതെ ഒരു മൂലക്കിരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എന്തായാലും പാർട്ട് അഭിനയിക്കണമല്ലോ. ഇസ്മേ മായ വിഘ്ന ഡാൽത്തി ഹെ. അപ്പോൾ ബാപ്പണ് അവിടെയാണ് ആര് വരിക? മായ വിഘ്നം സൃഷ്ടിക്കാം അല്ലേ. ഇപ്പം നമ്മൾ കുടുംബത്തിലാകുമ്പോൾ എല്ലാവരും ജ്ഞാനത്തിൽ ഉണ്ടാകണമെന്നില്ല, പല പ്രകാരത്തിലുള്ള വിഘ്നങ്ങളും അവിടെ തന്നെ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് ബാബ പറഞ്ഞു, നിങ്ങളുടെ കടമകൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ജോലിക്ക് പോയി ഇതൊക്കെ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ആരെ ഓർമ്മിക്കണം? ബാബയെ ഓർമ്മിക്കും. സച്ചായി സെ ചാർട്ട് ബി കൊയ് ലിഖ്തേ നഹി. ഇനി ബാബ പറഞ്ഞ് ചാർട്ട് എഴുതാൻ പറഞ്ഞു, പക്ഷെ സത്യസന്ധമായി ചാർട്ട് എഴുതുന്നവരാരും തന്നെ ഇല്ല. കൊയ് ലിഖ്തേ ആധാ ഘണ്ട പോനാ ഘണ്ട യാദ് മേ രഹേ. ചിലവരുടെ ചാർട്ടിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക, 1/2 മണിക്കൂർ ഞാൻ ബാബയെ ഓർമ്മിച്ചു, 3/4 മണിക്കൂർ ഓർമ്മിച്ചു. അതായത് ഒരു ദിവസത്തിൻ്റെ ചാർട്ടാണ്. സൊബി സവേരെ ഹി യാദ് മേ ബൈഠത്തെ ഹോങ്കി ന. അതും ബാബ പറഞ്ഞു ഓർമ്മിച്ചെങ്കിലും അത് എപ്പോഴായിരിക്കും? രാവിലത്തെ സമയം അല്ലേ, അമൃത് വേള സമയത്തായിരിക്കും ഓർമ്മിച്ചിട്ടുണ്ടാവുക. ഭക്തി മാർഗമേ ബി സവേരെ ഉട്ട്കർ രാം കി മാല ബൈഠ് ജപ്തേ ഹം. ഇത് ഭക്തി മാർഗത്തിലും അങ്ങനെയാ. അത് രാവിലെ എഴുന്നേറ്റ് രാമൻ്റെ മാല ജപിക്കും അല്ലേ, ജപമാല ജപിക്കാറുണ്ട്. ഐസേ ബി നഹി ഉസ് സമയക്ക് ദുൻമേ രഹത നഹി. ഇനി ബാപ്പണ് അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല, കേവലം രാമൻ്റെ മാത്രം സ്മൃതിയിലാണ് മാല ജപിക്കുന്നില്ല. ബാപ്പണ് അത് വിശ്വസിക്കാനും പറ്റുകയില്ല. ഓർ ബി ബോത്ത് സങ്കല്പാത്തെ രഹേങ്കെ. മറ്റ് പല സങ്കല്പങ്ങളും വരുന്നുണ്ടാകാം. തീവ്ര ഭക്തോ കി ബുദ്ധി കുച്ച് ടെഹർത്തി ഹെ. ബാപ്പണ അത്രയും തീവ്രമായി ഭക്തി ചെയ്യുന്നവരുടെ ബുദ്ധി ചിലപ്പോൾ ആ സമയത്ത് ജപിക്കുന്ന സമയത്തും അവരുടെ ബുദ്ധി അവിടെ തന്നെ ഉണ്ടാകാം. ഏത്തോ ഹെ അജപ്പാജപ്പ് എന്നവിടെ ബാബ എന്താ പറയുന്നത്? ബാബയുടെ വാക്കിൽ പറയണ അജപ്പാജപ്പ്, അതായത് നിരന്തര ജപം അഥവാ നിരന്തരം ബാബയുടെ ഓർമ്മ. നയി ബാത്തേന്. അപ്പം ബാബ പഠിപ്പിക്കുന്ന പുതിയ കാര്യമാണല്ലോ. ഗീതയിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്, മൻ മനാഭവ. പരന്തു ശ്രീകൃഷ്ണ കാ നാം ദേനെ സെ ശ്രീകൃഷ്ണ കോ യാദ് കർത്തേ ഹെ. പക്ഷെ എന്താ സംഭവിച്ചത്? ശ്രീകൃഷ്ണൻ്റെ പേര് നൽകിയതുകൊണ്ട് അവർ ശ്രീകൃഷ്ണനെയാണ് ഭഗവാൻ എന്ന് കരുതി ഓർമ്മിക്കുന്നത്. അവർക്കൊന്നും അറിയുന്നില്ലല്ലോ. മെഡൽ സാത്ത് മെ ജറൂർ ഹോ. അതുകൊണ്ട് ബാബ ഇന്നത്തെ വാണിംഗ് എന്താ നൽകുന്നത്? എപ്പോഴും കുട്ടികൾ എവിടെയാണെങ്കിൽ എവിടെ പോകുമ്പോഴും, ഓഫീസിലാകട്ടെ എവിടെ പോകുമ്പോഴും ബാഡ്ജ് ധരിച്ചിരിക്കണം. ബോലോ ബാപ്പ് ബ്രഹ്മ തൻസെ ബൈഠ് സംജാത്തെ ഹം ഉസ് ബാപ്പ് സെ പ്രീത് രഖ്തെ. അവരോട് പറഞ്ഞു കൊടുക്ക്, പരമാത്മ നിരാകാരൻ ബ്രഹ്മ ശരീരത്തിൻ്റെ ആധാരത്തിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് ഈ അറിവ് നൽകുന്നത്.
ആ ഒരു ബാബയോടാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന പ്രീത്ത് അഥവാ സ്നേഹം. മനുഷ്യോം കൊത്തോ ന ആത്മാക്ക ന പരമാത്മാക്ക ജ്ഞാൻ ഹെ. മനുഷ്യർക്കാണെങ്കിലോ ആത്മാവിനെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനവും ഇല്ല. സിവായ് ബാബ്ക്ക് ഈ ജ്ഞാൻ കൊയ് ദേ ന സക്കെ. ഇനി ബാബ പറയണ്, ബാബയല്ലാതെ ഈ ജ്ഞാനം മറ്റാരും തന്നെ നൽകാൻ സാധിക്കില്ല. ഈ ത്രിമൂർത്തി ശിവ സബ്സെ മുഖ്യ ഹെ. അപ്പോൾ ബാപ്പണ് ത്രിമൂർത്തി ശിവനാണ് പ്രധാനമായതും. തോ ബാപ്പ് ഓർ വർഷ, രണ്ട് കാര്യം ഓർമ്മ വേണം. ഒന്ന് ബാബ, രണ്ടാമത്തത് സ്വത്ത്. ഇസ് ചക്ര കോ സമജ്ന തോ ബഹുത് സഹജ്. പ്രദർശനി സേ ഭി പ്രജാ തോ ലാഖോ ബൻതി രഹത്തി. അപ്പോൾ ബാപ്പണ് ഈ ചക്രത്തിൻ്റെ ചിത്രം, കാലചക്രത്തിൻ്റെ ചിത്രം അഥവാ ഡ്രാമ ചിത്രം, ഇത് മനസ്സിലാക്കുക എളുപ്പമാണ്. അപ്പോൾ ബാബ പറയുന്ന പ്രദർശനിയിൽ അനേക പ്രജകൾ, ലക്ഷക്കണക്കിന് പ്രജകൾ തയ്യാറാകും. രാജായത്തോടെ ഹോത്തെ. പക്ഷെ ബാപ്പുടെ രാജാക്കന്മാർ വളരെ കുറച്ചായിരിക്കും. ഉനോക്കി പ്രജാത്തോ കരോടോക്ക് അന്താജ്മേ ഹോത്തീന. അപ്പോൾ ബാപ്പണ് ഒരു രാജാവ് ഉണ്ടാകുമ്പോൾ അവർക്ക് കോടിക്കണക്കിൽ പ്രജകളും ഉണ്ടാകണം. പ്രജാ ഡേർ ബന്തി ബാക്കി രാജ ബനാനെ കെലിയെ പുരുഷാർത്ഥ് കർണ. ധാരാളം പ്രജകൾ ഉണ്ടാകും. ബാക്കി ബാപ്പുടെ രാജാവാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യേണ്ടത്, അല്ലേ? സെൽഫ് പുരുഷാർത്ഥം എന്തിനായിരിക്കണം? രാജാവാകാൻ വേണ്ടി. സർവീസ് എന്തിനാണ്? പ്രജകളെ തയ്യാറാക്കാൻ വേണ്ടി. ജോ ജാസ്തി സർവീസ് കർത്തി വേ ജറൂർ ഊഞ്ച് പദ പായേഗ. അതുകൊണ്ട് ബാപ്പണ് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നവരാരോ അവർ ഉയർന്ന പദവി നേടും. കൈ ബച്ചോങ്കോ സർവീസ് കാ ബഹുത് ഷൗക്ക്. അങ്ങനെ ബാപ്പണ് ഒത്തിരി കുട്ടികളുണ്ട് സർവീസ് ചെയ്യാനുള്ള അതിയായ താല്പര്യമുള്ളവർ. കേത്തെ നൗക്കറി ചോട് ദേ കാനേ കേലിയ തോ ഹൈ ഹി. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ വിചാരിക്കുക, ബാബ ഞാൻ പൂർണ്ണമായിട്ട് ബാബയ്ക്ക് സറണ്ടറായി സർവീസ് ചെയ്യട്ടെ, എൻ്റെ ജോലിയൊക്കെ ഞാൻ ഉപേക്ഷിക്കട്ടെ, എന്തായാലും ഒരു നേരം കഴിക്കാനാണല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത്, അത് ബാബയുടെ അടുത്ത് നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ ബാക്കി ഞാൻ സർവീസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ബാബ ക ബൻ ഗയേ തോ ശിവബാബ കാ ഹി പർവരിഷ് ലേങ്കെ. ബാബയുടേതായി കഴിഞ്ഞാൽ പിന്നെ ശിവബാബ തന്നെയല്ലേ നിങ്ങളെ പരിപാലിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു, ഈ സമ്പാദ്യമൊക്കെ ആരുടെ? അത് ബാബയുടേതാണെന്നുള്ള സ്മൃതി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ സമ്പാദിച്ചു എൻ്റെ ശമ്പളം എന്നത് വരുമ്പോഴാണ് നമുക്ക് പിടിയും വലിയ ഉണ്ടാവുക. അതിനോടൊരു എന്താ പറയുക, എൻ്റേത് എന്നുള്ളതിലേക്ക് വരിക. ബാബ ഇന്നലത്തെ വരദാനത്തിൽ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ത്യാഗം ഏതാണ് എന്ന്. അപ്പം ഞാനെന്ന ഭാവത്തിൻ്റെ ത്യാഗം. അപ്പോൾ എവിടെയും ഞാനെന്നുള്ളത് കാണപ്പെടരുത്. അതുകൊണ്ട് ബാപ്പണ് നിങ്ങൾ ബാബയുടേതായ മുതൽക്കേ തന്നെ നിങ്ങളുടെ എല്ലാ പരിപാലനം നടക്കുന്നത് ബാബയിലൂടെയാണ്. परंतु बाबा कहते मैंने वानप्रस्थ में प्रवेश किया है ना, माताएं भी जवान ही तो घर में रहते दोनों सर्विस करनी है. അപ്പോൾ ബാബ പറഞ്ഞ ഇത്തരണേ ഞാൻ എന്തായാലും വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് എത്തിയില്ലേ, അപ്പോൾ ഇനി സേവനം ചെയ്യേണ്ടതാരാ? മക്കളാണ്. അതിലും ബാബ പറയണ അമ്മമാരൊക്കെ യുവാക്കളാണല്ലോ. അതുകൊണ്ട് വീട്ടിലത്തെ കാര്യവും അതുപോലെ തന്നെ ബാബയുടെ സർവീസും ലൗകിക അലൗകിക രണ്ടും ചെയ്യാൻ കഴിയും. ബാബ ഹരേക്ക് സർക്കംസ്റ്റൻസ് കോ ദേക്ക് റായ് ദേത്ത. അപ്പോൾ ബാബ ഓരോരുത്തരുടെ സാഹചര്യം നോക്കിത്താ. നമ്മളിപ്പോൾ വിചാരിക്കുക എല്ലാം വിട്ടേച്ച് ബാബയുടെ അടുത്ത് വരാൻ പറഞ്ഞാൽ ബാബ നോ പറയും. അവർ ഏകകാല ദൃഷ്ടിയിലൂടെ നോക്കുക, പക്ഷെ ബാബ 3 കാല ദൃഷ്ടിയിലൂടെ നോക്കും. അപ്പം അതുകൊണ്ട് ബാബ ചിലവരോട് പറയും നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് സറണ്ടർ ആയി, ചിലരോട് പറയും അതും കണ്ടിന്യൂ ചെയ്യണം, ബാബയുടെ കാര്യം നോക്കണം, രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറയും. അതുകൊണ്ട് ബാപ്പണ് ഓരോരുത്തരുടെ സ്ഥിതി സാഹചര്യത്തിനനുസരിച്ചാണ് ബാബ ഡയറക്ഷൻ നൽകുക. ഷാദി ആദി കെ ലിയെ अगर अलाउ ना करे तो हंगामा हो जाए, इसलिए हर एक का हिसाब किताब देख राय देता. ബാബ പറയണ വിവാഹം കഴിക്കാതിരിക്കുക, കുമാരകുമാരി ജീവിതം നയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ബാബ പറയണ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ബാബ പറയണ അതൊക്കെ കണക്കിലെടുത്തായിരിക്കും ചിലപ്പോൾ ബാബ ഡയറക്ഷൻ നൽകുക, ചിലപ്പോൾ ഡിസർവീസായി പോകാം. അപ്പോൾ പല രീതിയിൽ സംഭവിക്കുക. അതുകൊണ്ട് ബാബ നോക്ക്, പണ്ട് നമുക്കറിയാം രമേശ് ഭായ്, ഉഷാ ദീദി, അതുപോലെ ശുക്ല, ഒത്തിരി പേരുണ്ട് അങ്ങനെ ഗാന്ധർവ വിവാഹം കഴിച്ച് നിത്യകന്യകയും കുമാരകുമാരിയായി അവർ ബാബയുടെ സേവനത്തിൽ സമ്പൂർണ്ണ സമർപ്പണമായിട്ടുള്ളവർ. അതിന് താക്കത്ത് വേണം, അതിന് ധൈര്യം വേണം, അല്ലേ? ലോകത്തിൻ്റെ മുന്നിൽ വിവാഹിതരായി ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക, എല്ലാ ഉത്തരവാദിത്തങ്ങൾ പരിപാലിക്കുക. അപ്പോൾ ബാപ്പണ് അതിന് ധൈര്യം വേണം.
അപ്പോൾ ബാപ്പണ് അങ്ങനെയുള്ള കുട്ടികളാണെന്ന് ബോധ്യപ്പെട്ട ബാബ അതിന് യെസ് പറയും. കുമാർ ഹേ തോ കഹെങ്കെ തും സർവീസ് കർ സക്തേ ഹോ, സർവീസ് കർ ബേഹദ് കെ ബാബ് സെ വർസാലോ. ഇനി കുമാരനാണെങ്കിൽ ബാബ പറയും, ബാബ തന്നെ ഡയറക്ഷൻ ചെയ്യും, നിങ്ങൾ സർവീസ് ചെയ്യാൻ സാധിക്കും, സർവീസ് ചെയ്ത് പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സ്വത്ത് നേടാം. അത്തരത്തിൽ ബാബയ്ക്ക് അവരിൽ വിശ്വാസം വരുമ്പോൾ ബാബ തന്നെ അവരോട് നേരിട്ട് പറയും, അല്ലെങ്കിൽ അവർക്ക് ടച്ചിങ് കൊടുക്കും. ഉസ് ബാബ് സെ തുംകോ ക്യാ മിലേഗ. ബാബ പറഞ്ഞ ഇത്രയും ലൗകിക അച്ഛനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്പത്ത് എന്താ? അതൊരടി മണ്ണ് അല്ലെങ്കിൽ ഒരേക്കർ ഭൂമി, അതെന്താകും? മണ്ണോടായിട്ട് അലിഞ്ഞു പോകും. പൊത്തസബ് മിട്ടി മിമ്മിൽ ജാന. നമ്മളൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഇത് എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത്. ബാബ പറഞ്ഞ ഇത് എത്ര കാലം? എല്ലാം മണ്ണോട് മണ്ണ്. എത്ര ഇന്ന് നമുക്ക് കാണുന്നില്ല, ഓരോ പദവിയിലിരിക്കുന്നവർ എത്ര പിൻഗാമി സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ സ്വത്തായിരിക്കും, എന്താണ്, വേറെ 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 പേരിലൊക്കെ എടുത്തെടുത്ത് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തരി മണ്ണില്ലാതെ കൂരയിൽ കിടക്കുന്ന എത്രയോ ജനങ്ങളുണ്ടാകും. എന്നിട്ട് അവരുടെ മുന്നിൽ ഇവർ എത്രയോ മണ്ണ് വെറുതെ വാങ്ങിച്ചിട്ട് ആർക്കും ഉപകാരം ഉണ്ടാവില്ല, അവർക്കൊട്ട് താമസിക്കാനും പറ്റില്ല, അതിൽ വിളവെടുപ്പാനും പറ്റില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഭൂമി വാങ്ങിച്ചിടും. കാരണം പൈസ അത്ര ഉണ്ടാകും. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, ഉള്ള സ്വത്തുക്കൾ തന്നെ മണ്ണിൽ അരിഞ്ഞു പോകുന്നതാണ്. ദിൻ പ്രതി ദിൻ ടൈം കം ഹോത്താ ജാത്ത. ബാബ നമ്മൾ കുട്ടികളോട്, ബ്രാഹ്മണ കുട്ടികളോട് പറയാണ്, എന്തുണ്ടോ ബാബയുടെ കാര്യത്തിൽ സഫലാക്ക്. ബാബ ഇന്നലെ പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ ഗീത പാഠശാല തുറക്കുക, അല്ലെങ്കിൽ മ്യൂസിയം ഉണ്ടാക്കുക, നിങ്ങൾക്കൊന്നില്ല ഒരു മുറിയെങ്കിലും ബാബയ്ക്ക് കൊടുക്കുക. എന്തായിരിക്കും ബാബ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ബാബയ്ക്കൊരു അനുഭവം ഉണ്ടല്ലോ മുന്നേ. ശരീരം വിട്ടു പോയ ആത്മാവ് തിരികെ വേറൊരാളുടെ ശരീരത്തിൽ വന്ന് ബാബയോട് കെഞ്ചി കെഞ്ചി കരഞ്ഞ് പറയണം, ബാബ ഇത് നിനക്കെടുത്തോ, ബാബയ്ക്കുള്ളതാണ് ബാബ. കാരണം അത്രയും കാലം, ജീവനുള്ള കാലം പറഞ്ഞു ഇത് ബാബയ്ക്കുള്ളതാ. ഒരു നേരത്തിൽ അത് ശരീരം വിട്ടു പോകേണ്ടതായി വന്നു. നമുക്കറിയില്ലല്ലോ എപ്പോഴാ ദേഹം വിട്ടു പോവാം. അപ്പം മനസ്സിലുണ്ടായിരുന്നു, നല്ല ഭാവന തന്നെയായിരുന്നു ബാബയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ എപ്പോൾ ദേഹം വിട്ടു പോകുന്നുള്ളത് നമുക്ക് പോലും നിശ്ചയമില്ല. അതുകൊണ്ട് ബാബയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റോ ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്താകട്ടെ, എന്തെങ്കിലും ബാബയുടെ മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുക. അതാണ് ത്രികാല ബുദ്ധി, ത്രികാലദർശി എന്ന് പറയാം. കാരണം നമ്മൾ പോയാലും നമ്മുടെ സേവനം, ബാബയുടെ സേവനം അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മളേതുപോലെ മക്കൾക്ക് വേണ്ടി, 7 തലമുറകൾക്ക് വേണ്ടി, അവർക്ക് അവരുടെ ചെറിയ കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ കല്യാണം, അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അവരുടെ വെൽ സെറ്റിൽഡ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഇടില്ലേ. അപ്പം അതേപോലെയല്ലേ നിങ്ങളുടെ മകൻ ബാബ. അപ്പോൾ ബാബയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെൻറ്ററിൽ മാസം എങ്ങനെയാണ് ബാബയുടെ സെൻറ്റർ നടത്തിക്കൊണ്ട് പോകണം, അത് ബാബയ്ക്കറിയാം, നിമിത്ത ടീച്ചേഴ്സിന് അറിയായിരിക്കാം അല്ലേ. അതുകൊണ്ടാണ് ബാബ മാസഭണ്ഡാരം ഉണ്ടാക്കിയത് തന്നെ. ആര് മാസഭണ്ഡാരം ചെയ്യുന്നില്ല, ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കത് കൂട്ടിമുട്ടിപ്പിക്കാൻ തന്നെ, ഒരു മാസം അതിന് തികയ്ക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ബാബ യുക്തിപൂർവം നിങ്ങളുടെ കുട്ടികളുടെ ബർക്കത്ത് ഉണ്ടാക്കാൻ വേണ്ടി ബാബ എന്ത് ചെയ്യുന്നത്? മാസത്തിൽ കിട്ടുന്ന ഒരു വീതം, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടാകാം, ശമ്പളം കിട്ടുന്നുണ്ടാകാം, അത് എന്തും കിട്ടുന്നുണ്ടാകാം, അതിൽ ഒരു വീതം ബാബയുടെ ഭണ്ഡാരത്തിലിടും. ജനുവരി മാസമാണ്. അപ്പോൾ ഈ ഒരു വർഷം 2024 ബാബ സഫലതയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിൽ ദ ഇയർ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്പിരിച്വൽ പവറുള്ളത് നമ്മൾ ബ്രാഹ്മണ കുട്ടികളിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സിസ്റ്റേഴ്സിനെല്ലാം നോക്കേണ്ടത്, ബാബയുടെ കാര്യം നിർവിഘ്നം നടക്കണമെങ്കിൽ ബ്രാഹ്മണരുടെ സഹയോഗത്തിൽ കൂടി മാത്രമേ നടക്കൂ. അത് എന്താ പറയുക, 100-ൽ 101 സത്യമുള്ള കാര്യമാണ്. അല്ലാണ്ട് നമുക്ക് ബാബ പറയല്ലേ, നിങ്ങൾ കുട്ടികൾ ചെയ്യുന്ന ധൈര്യത്തോടെ പറയാൻ പറ്റണം, ഞാൻ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ധനത്തിലൂടെയാണ് മുഴുവൻ ലോകത്ത് സ്വർഗ്ഗമാക്കുന്നത്. അത് പറയാനുള്ള ആ ഒരു എന്താ പറയുക, അഭിമാനം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മാസത്തിൻ്റെ ഭണ്ഡാരം നമ്മൾ എപ്പോഴും എല്ലാവരും സഹയോഗിയാവുക. കാരണം ആ സെൻറ്ററിൻ്റെ എല്ലാ കാര്യവും, മുഴുവൻ കാര്യം നടക്കുന്നത് ആ ഭണ്ഡാരത്തിൻ്റെ ആധാരം. ആ ഭണ്ഡാരത്തിൽ ഇട്ടെടുക്കുമ്പോഴാണ് നമുക്ക് തോന്നുക ബാബ എന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ ബാബ സംരക്ഷിക്കുക എന്ന് പറയാൻ പറ്റും അല്ലേ? ബാബയുടെ യജ്ഞം നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ ബാബ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകും.
അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, സമയം വളരെ കുറഞ്ഞു വരികയാണ്. ദിനം പോകും തോറും, ദിവസം പോകും തോറും ബാബ പറയണ നിങ്ങളുടെ സമയം എന്താവാണ്, കുറഞ്ഞു വരികയാണ്. കൈ സമസ്തേ ഹമാരെ മിൽക്കത്ത് കെ ബച്ചെ വാരിസ് ബനേഗ. ചിലരൊക്കെ സ്വപ്നം കാണുന്നുണ്ടാകും, എൻ്റെ സ്വത്തിൻ്റെ അടുത്ത അവകാശിയാണ് എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ എന്നൊക്കെ. പരന്തു ബാബ കേത്തി കുച്ച് ബി മിൽനേക്കാ നഹി. പക്ഷെ ബാപ്പണ് ഇതൊന്നും നിങ്ങൾക്കും അത് അനുഭവിക്കാൻ പറ്റില്ല, അവർക്കും അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം. സാരി മിൽക്കത്ത് കാക്ക് മിമ്മിൽ ജായേക. നിങ്ങളുടെ എല്ലാ സ്വത്ത് സമ്പത്തുകളുണ്ടാകും, ചാരമായി പോകും. വോ സമസ്തേ പിച്ചാടി വാലേ കായെങ്കിൽ. മനുഷ്യരുടെ സ്വപ്നലോകം അങ്ങനെയാണല്ലോ, ഇതൊക്കെ എൻ്റെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ട് ഈ പണം സമ്പാദിക്കുന്നത്. ധനവാൻ കാ ധൻ ഖത്തം ഹോനെ മേ കൊയ് ദേരി നഹി ലഗ്തി. ബാബ പറയുന്ന സമ്പന്നരുടെ ധനം ഇല്ലാതാകാൻ അധിക സമയമൊന്നും വേണ്ട. മൗത്ത് തോ സാമനെ ഖടാ ഹി ഹെ. അതുകൊണ്ട് ബാപ്പയുടെ മരണം മുന്നിൽ തന്നെ നിൽക്കുന്നു. കോയി ബി വർഷ ലേ നഹി സക്കേഗ. ബാബ പറയണ ആർക്കും തന്നെ സ്വത്തെടുക്കാനോ അനുഭവിക്കാനോ പറ്റാതാകും. ബഹുത് തോടെ ഹി ജോ പൂരി രീതി സംജാ സക്തി. അതുകൊണ്ട് ബാബ പറയണ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ സാധിക്കും. ജാസ്തി സർവീസ് കർണേ വാലേ ഹി ഊഞ്ച് പദ പായേഗ. കൂടുതൽ സർവീസ് ചെയ്യുന്നവർ ഉയർന്ന പദവി നേടും. തോന്നൂക്ക റിഗാർഡ് ബി റക്കനാ ചായ. അപ്പം അത്തരത്തിൽ സേവനത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർക്ക് ബാബ പറയണ ആദരവ് കൊടുക്കണം. അപ്പം ചിലവർക്ക് നമ്മൾ അങ്ങനെ സർവീസിലെ യജ്ഞത്തിൻ്റെ രക്ഷകരുണ്ടാകും. ഏതൊരു സമയത്ത് നിമിത്ത സഹോദരിമാരുടെ കൂടെ നിൽക്കുന്നവർ, ആ യജ്ഞത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നവർ. അപ്പം അവർക്ക് നമ്മൾ ആദരവ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവരിൽ നിന്നും നമ്മൾ ചിലതൊക്കെ പഠിക്കേണ്ടതായിട്ടും വരും. 21 ജന്മക്കേലി റിഗാർഡ് റക്കനാ പടി. ബാബണ് 21 ജന്മങ്ങൾക്ക് അവരെ ആദരവ് നൽകേണ്ടതായിട്ട് വരും. ഓട്ടോമാറ്റിക് ജറൂർ ഊഞ്ച് പദപ്പായേക. സർവീസ് ചെയ്യുന്നവർ ബാപ്പണ് സ്വാഭാവികമായിട്ട് എന്താകും, ഉയർന്ന പദവി നേടും. തോ റിഗാർഡ് തോ ജഹാ തഹാ റഹനാ ഹി ഹെ. അതുകൊണ്ട് ബാപ്പണ് അവർക്ക് എങ്ങനെയായാലും ആദരവിലേക്ക് സംഗമയുഗത്തിലും കിട്ടും, ബാക്കി 2 യുഗങ്ങളിലും അവർക്ക് സ്ഥാനം ഉയർന്നതായിരിക്കും. ദ്വാപരയുഗം മുതലും എന്താകും, അവർക്ക് ഉയർന്ന അവസ്ഥയിൽ തന്നെ അവരുടെ പൂജാകാര്യം നടക്കും. കുതുബി സമജ് സക്തി ജോ മിലാസോ അച്ഛ ഇസ്മേ ഹി കുഷ് ഹോത്തേ ഹെ. സ്വയം മനസ്സിലാക്കാൻ പറ്റും ഞാൻ എത്രമാത്രം ഉയർന്ന സ്ഥിതിയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ബാപ്പൺ എന്ത് കിട്ടുന്നു അതിൽ തന്നെ സന്തുഷ്ടരായി പോകുന്നവരും ചിലരുണ്ട്. ബേഹദ് കി രാജായി കെ ലിയെ പഠായി ഓർ സർവീസ് പർ പൂര അറ്റൻഷൻ ചായി. അതുകൊണ്ട് ബാബ മക്കളോട് പറയാണ്, പരിധിയില്ലാത്ത രാജ്യാധികാരം നേടാൻ വേണ്ടി പഠിപ്പിലും സേവനത്തിലും പൂർണ്ണമായി ശ്രദ്ധ നൽകണം. യഹ് ബേഹദ് കി പഠായി. ബാപ്പണ് ഇതാണ് പരിധിയില്ലാത്ത പഠിപ്പ്. ഈ രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേന. അപ്പോൾ ബാപ്പണ് രാജധാനിയാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ് പഠായി സെ യഹാ തും പഠിക്ക പ്രിൻസ് ബൻതി ഹോ. कोई भी मनुष्य धन दान करते तो वो राजा के पास व साहूकार के पास जन्म लेते हैं. ഇവിടെ ഇത് പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾ പഠിച്ച് പ്രിൻസസ്സായി മാറുന്നത്. പാപ്പണ് സാധാരണ നിയമം എന്താ, മനുഷ്യൻ ധനമുണ്ടെങ്കിൽ ദാനം ചെയ്യുമ്പോൾ അവരടുത്ത ജന്മത്തിൽ എന്താകും, രാജാവിൻ്റെ അടുത്തോ അധികം സമ്പന്നരുടെ അടുത്ത് പോയി ജന്മം എടുക്കും. പക്ഷേ ബാപ്പണ് അതെല്ലാം അല്പകാല സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ പഠിത്തത്തിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. സർവീസിനെ കുറിച്ചുള്ള അതിയായ ലഹരി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഹം അപ്പനെ ഗാവമേ ജാക്കർ സർവീസ് കരെ. പാപ്പണ് നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പം ഉണ്ടാകണം, ലഹരി ഉണ്ടാകണം. എൻ്റെ ഗ്രാമത്തിൽ പോയി ഗ്രാമത്തിലുള്ളവർക്ക് ബാബയുടെ സന്ദേശം കൊടുക്കണം, സർവീസ് ചെയ്യണം, അനേക ആത്മാക്കളുടെ മംഗളം ചെയ്യണം എന്നൊക്കെ ഉണ്ടാകണം. ബാബ ജാനത്തെ സർവീസ് കാ ഷൗക്ക് അർജുൻ കോയിമേ ഹൈനെ. പക്ഷെ ബാബ പറയാണ്, കുട്ടികളിലൊന്നും അത്തരത്തിലുള്ളൊരു സർവീസ് ലഹരി കാണുന്നില്ല. കാരണം ബാപ്പണ സർവീസ് ചെയ്യണമെങ്കിൽ അത്തരമുള്ള ലക്ഷണങ്ങളും കാണണ്ടേ, ഉത്തമമായിരിക്കണം. ഐസനേക്ക് ഡിസർവീസ് കർ ഔർ ഹി യജ്ഞക്കാഹി നാം ബദനാം കരെ. ബാബ പറഞ്ഞ് ഡിസർവീസ് ചെയ്ത് ഇനിയും യജ്ഞത്തിൻ്റെ പേര് ചീത്തയാക്കുന്ന വിധത്തിലാകരുത്, സ്വയമിന് തന്നെ നഷ്ടങ്ങൾ വരുത്തരുത്.
ബാപ് തോ ഹർ ബാത് കെ ലിയെ അച്ഛി രീതി സംജാത്തെ. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ നടക്കാം, ബാബ മുൻകൂട്ടി തന്നെ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് നൽകുകയാണ്. മെഡൽ സാദി കെ ലിയെ കിतना होना रहता, फिर समझा जाता ड्रामानुसार देरी पड़ती है. അപ്പോൾ ബാബ പറയാൻ മെഡൽസ് നേടാൻ വേണ്ടിയിട്ടുള്ള ചിന്തയൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ബാഡ്ജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, ഡ്രാമ അനുസരിച്ച് അതൊക്കെ വൈകാം ചിലപ്പോൾ. ये लक्ष्मी नारायण का ट्रांसलेट चित्र भी फर्स्ट क्लास है, परंतु बच्चों पर आज बृहस्पति की दशा तो कल ही राहु की दशा बैठ जाती. എന്ത് വിശ്വാസത്തിലാണ് ബാഡ്ജ് കൊടുക്കുക അല്ലേ. ബാഡ്ജ് ധരിക്കണമെങ്കിൽ പക്കാ ബ്രാഹ്മണരായിരിക്കണം, ശുദ്ധാഹാരികളായിരിക്കണം. പുറമേന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, പുറമേന്ന് ഭക്ഷണം കഴിക്കാകരുത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമ്പോൾ വീട്ടിൽ സ്വയം ഉണ്ടാക്കി ബാബയ്ക്ക് ഭോഗ് വെച്ച് കഴിക്കുന്ന. രണ്ടാമത്തത് കൃത്യം അമൃത് വേള, കൃത്യം മുരളി കേൾക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ബ്രഹ്മചര്യ വ്രതമുള്ളവരായിരിക്കണം. അത്രയും പക്കയാണെന്ന് തോന്നിയാൽ സിസ്റ്റർ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ബാഡ്ജ് കൊടുക്കും. അല്ലാത്തവർ ബാഡ്ജ് വേണം എന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ പാലിക്കുന്നവരാണോ എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ അവരവർക്ക് തന്നെ അതിൻ്റെ പാപം വരും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്. കാരണം സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബാഡ്ജ്. രണ്ടാമത്തത് സർവീസിന് വേണ്ടിയിട്ടാണ് ബാഡ്ജ്. മൂന്നാമത്തത് എന്താണ്, സ്വപുരുഷാർത്ഥത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, നമ്മളുടെ സ്വബോധത്തെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഡ്ജ് ബാബ നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, ലക്ഷ്മി നാരായണൻ്റെ ഫസ്റ്റ് ക്ലാസ് ട്രാൻസ്ലേറ്റ് ചിത്രം ഉണ്ടാക്കണം. പരന്തു ബച്ചോപ്പ്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികളിൽ ഇന്ന് ബൃഹസ്പതി ദശയുണ്ടെങ്കിൽ നാളെ രാഹു ദശയാണ്. ഡ്രാമയിൽ ബാബണ് ഓരോ പാർട്ടും സാക്ഷിയായി കണ്ടിരിക്കേണ്ടതായി വരും. ഉയർന്ന പദവി നേടുന്നവർ വളരെ കുറവാണ് എന്നാണ് ബാബ പറയുന്നത്. ഹോ സക്താഹെ ഗ്രാചാര്യ ഉത്തർജ. എന്നാലും ബാബയ്ക്കൊരു പ്രതീക്ഷ, ചിലപ്പോൾ അവർക്ക് ബാധിച്ചിരിക്കുന്ന ഗ്രഹപ്പിഴൊക്കെ മാറിപ്പോകാം. ഗ്രാചാര്യ ഉത്തർത്തി ഹേ തോ ഫിർ ജമ്പ് കർ ലേത്തെ. എപ്പോഴാണോ പിടികൂടിയ ഗ്രഹചാരം വിട്ടു പോകുന്നത്, പാപ്പനെ ചിലപ്പോൾ അവരും വീണ്ടും മുന്നോട്ട് പോകാം. പുരുഷാർത്ഥക്കർ അപ്പന ജീവൻ ബനാന ചെയ്യും. അതുകൊണ്ട് ബാപ്പണ് പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ ശ്രേഷ്ഠ ജീവിതം ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്താകും, കൽപ്പാന്തരത്തിലേക്ക് സത്യനാശം സംഭവിക്കും. സംജെങ്കി കൽപ്പയിലെ മുഹാഫി ഗ്രാചാരി ആയി. അതായത് അപ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, കൽപ്പം മുമ്പ് ഇതുപോലെ സംഭവിച്ചത് കൊണ്ടായിരിക്കാം, ഗ്രഹപ്പിര ബാധിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെന്ന്. ശ്രീമത് പർ നഹി ചലെങ്കി തോ പദവി നഹി മിലേഗ. ബാപ്പന് ശ്രീമതം പാലിക്കുന്നില്ല എങ്കിൽ പദവി നേടുകയില്ല. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ശ്രീമതമാണിത് അല്ലേ. അപ്പോൾ ആ ശ്രീമതം പാലിക്കണം. അപ്പോൾ ബാപ്പണിൻ ലക്ഷ്മി നാരായൺ കെ ചിത്രക്കോ തുമാരെ സിവായ് കോയി സമജ് നാ സക്കെ. ഇപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം ഇതാർക്കും കണ്ടാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. कहेंगे चित्र तो बहुत अच्छा बनाया, बस तुमको ये चित्र देखने से मूल वतन, सूक्ष्म वतन, स्थूल वतन सारा सृष्टि का चक्र बुद्धि में आ जाएगा. അപ്പോൾ ബാപ്പണി ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിൽ തെളിയും. ബാപ്പണി ഇപ്പോൾ നിങ്ങൾ നോളജ്ഫുൾ ആവുകയാണല്ലോ. എന്നാലും ബാപ്പണ് കുട്ടികൾ നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണുള്ളത്. बाबा को तो ये चित्र देख बहुत खुशी होती, स्टूडेंट को तो खुशी होनी चाहिए ना, हम ये पढ़कर बनते. ലക്ഷ്മി നാരായണൻ്റെ ചിത്രം കാണുമ്പോൾ ബ്രഹ്മാബാബയ്ക്ക് വളരെ സന്തോഷമാണ്. അതേപോലെ വിദ്യാർത്ഥികളായി നമ്മൾ കുട്ടികൾക്ക് ആ സന്തോഷം ഉണ്ടാകണമല്ലോ, നമ്മൾ ഈ വിദ്യ പഠിച്ച് അതുപോലെ ദേവതയാകുമെന്നുള്ളത്. പഠായി സേഹി ഊഞ്ച് പദം മിൽത്ത. പഠിത്തത്തിലൂടെയാണ് ഉയർന്ന പദവി കിട്ടുക. ऐसे नहीं कि जो भाग्य में होगा, എന്താണോ ഭാഗ്യത്തിലുള്ളത് അത് മാത്രം എന്ന് വിചാരിച്ചിരിക്കരുത്. ബാപ്പണ് പുരുഷാർത്ഥം ചെയ്യുന്നതിനനുസരിച്ച് പ്രാലബ്ധം നേടും. പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നവനാരാ? അത് ബാബ തന്നെ. ഉൻകി ശ്രീമത് പർ നഹി ചലേങ്കെ തോ ബുരി ഗതി ഹോഗി ന. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ച് ഉന്നത പദവിയിലേക്ക് പ്രാപ്തനാക്കി മാറ്റുന്നത് ബാബയാണ്. അപ്പോൾ ആ ബാബയുടെ ശ്രീമത് അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഗതിയും അതുപോലെ അധോഗതിയായിട്ട് മാറും. पहले तो कोई को भी इस मेडल पर ही समझाओ, फिर जो लायक होंगे वो जट कहेंगे हमको ये मिल सकते हैं. അപ്പം ആദ്യം നിങ്ങൾ ബാഡ്ജിൻ്റെ ആധാരത്തിൽ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്ക്. അപ്പോൾ കുറച്ചല്ലേ കൊടുത്തു വരുള്ളൂ. നമ്മുടേതാണെങ്കിൽ, നമ്മുടെ കുലത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ പെട്ടെന്ന് ചോദിക്കും, എനിക്ക് ഒരെണ്ണം കിട്ടുമോ എന്ന് ചോദിക്കും.
ഹാ ക്യൂ നഹി, അവരോട് പറയണം ഇത് കിട്ടും. അതിനിപ്പം എന്നാ ഇസ് ധർമ്മ കാ ജോ ഹോഗ ഉസ്കോ തീർ ലഗ് ജായേഗ. അപ്പോൾ അവരോട് പറയണം 7 ദിവസത്തെ കോഴ്സ്, പിന്നീട് നിങ്ങൾ നിരന്തരം മുരളി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് സിസ്റ്റർ നിങ്ങൾക്ക് തരുമെന്ന് പറയാം. അപ്പോൾ ബാപ്പണ് നമ്മുടെ ധർമ്മത്തിലുള്ള ആത്മാക്കളാകുമ്പോൾ പെട്ടെന്ന് ജ്ഞാനത്തിൻ്റെ അമ്പേൽക്കും. ഉസ്കാ കല്യാൺ ഹോ സക്താ ഹെ, അത്തരത്തിലുള്ള ആത്മാക്കളുടെ മംഗളം നടക്കും. ബാപ് തോ സെക്കൻഡ് മേ ഹെൽത്തി ഹത്തേലി പ ബൈഷത് ദേത്ത. ബാബ നോക്കൂ, ഒരു സെക്കൻഡിലാണല്ലോ നമ്മുടെ ഉള്ളംകൈയിൽ സ്വർഗം വെച്ച് തന്നിരിക്കുന്നത്. ബാപ്പണ് ഇതിൽ വളരെയധികം സന്തുഷ്ടരായിരിക്കണം. തും ശിവ് കെ ഭക്തോ കൈ ജ്ഞാനം ദോ. ബാപ്പണ് നിങ്ങൾ എവിടെയാണ് ജ്ഞാനം കൊടുക്കേണ്ടത്? ശിവൻ്റെ ഭക്തർക്ക് ജ്ഞാനം കൊടുക്ക്. അവരോട് പറ, ശിവബാബ പറയുകയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായി മാറും. ബസ് സാരാ ദിൻ യഹി സർവീസ് കറും. ബാപ്പണ് മുഴുവൻ ദിവസം ഈ ഒരു സർവീസ് ചെയ്യും. കാസ് ബനാറസ് മേ ശിവ് കെ മന്ദിർ തോ ബഹുത്തെ. ബാബ പറയുന്ന ബനാറസിൽ ശിവക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട്, അവിടെ നല്ല സർവീസ് ചെയ്യാനും സാധിക്കും. കൊയ് നാ കൊയ് നിക്കലേഗ. ബാബണ് സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും ക്ഷേത്രങ്ങളിൽ. ആരെങ്കിലുമൊക്കെ ബാബയുടെ കുട്ടിയായിട്ട് മാറും. ബാബ പറയണ ബഹുത്ത് ഈസി സർവീസ്. ക്ഷേത്രങ്ങളിൽ പോയി സർവീസ് ചെയ്യുക അത് എളുപ്പമായ സർവീസാണ്. കൊയ് കർക്കെ ദേക്കോ കാനാത്തോ മിലേഗ ഹി. സർവീസ് കർക്കെ ദേക്കോ. ബാബണ് ട്രൈ ചെയ്യ്, സേവനം ചെയ്യ്. സമയമില്ല, അതില്ല ഇതില്ല എന്ന് പറയാതെ ബാബണ് സേവനം ചെയ്തു നോക്ക്. ഏതായാലും ബാബ പട്ടിണിക്കിടില്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം തരുമെന്ന്. സെൻറ്റർ തോ വഹാ ഹൈ ഹി. ബാബ ബനാറസിലെ കാര്യം പറയാണ്. അതുപോലെ ബാപ്പണ് ഇവിടെയും നിങ്ങൾ ക്ഷേത്രത്തിൽ പോ, എല്ലായിടത്തും സെൻറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ബാബയുടെ ഭണ്ഡാരത്തു നിന്ന് നിങ്ങൾക്ക് ആഹാരം കിട്ടും. സവേരെ ജാവോ മന്ദിർ മേ രാത്രി കോ ലൗട്ടാവോ. രാവിലെ തന്നെ പോയിക്കോ ക്ഷേത്രത്തിൽ, എന്നിട്ട് രാത്രി വാ. സെൻറ്റർ ബനാദോ. ബാപ്പണ അവിടെ ഒരു സെൻറ്റർ ഉണ്ടാക്ക്. സബ്സേ ജാസ്തി തും ശിവ് കെ മന്ദിർ മേ സർവീസ് കർ സക്തെ. ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റുന്നത് ശിവക്ഷേത്രങ്ങളിലാണ്. ബാപ്പണ് ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രം ശിവൻ്റെ തന്നെയാണ്. ബോംബെയിലും ഉണ്ടല്ലോ ബബുൽനാഥിൻ്റെ ക്ഷേത്രം. സാരാദീൻ വഹാ ജാക്ക സർവീസ് ക ബഹുത്തോം കോ കല്യാൺ കർ സക്തെ. സേവനം ഇല്ലല്ലോ എന്നല്ല ബാബ പറയാണ്, ക്ഷേത്രങ്ങളിൽ പോ, രാവിലെ തന്നെ പോയി വൈകുന്നേരം വാ. ബാപ്പണ് അത്തരത്തിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് അനേകരുടെ മംഗളം ചെയ്യാൻ പറ്റും. ബാപ്പണ് അതിന് വേറൊന്നും വേണ്ട, നിങ്ങളുടെ ബാഡ്ജ് തന്നെ ധാരാളം. ട്രയൽ കർക്കെ ദേക്കോന്. ബാബ പറയുന്നതൊന്ന് പരിശ്രമിച്ച് നോക്ക്. ബാബ കേത്തെ മെഡൽസ് ലാക്ക് തോ ക്യാ 10 लाख ബനാവോ. അതുകൊണ്ട് ബാപ്പണ് ഈ മെഡൽ ഉണ്ടല്ലോ, ബാഡ്ജസ്, ബാപ്പണ് 1 ലക്ഷമല്ല 10 ലക്ഷം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ബുജർഗ് ലോകത്തോ ബഹുത്ത് അച്ചി സർവീസ് കർ സക്തെ. പ്രായമുള്ളവർക്ക് ഇത് എളുപ്പമാണ്, ബാഡ്ജ് കുത്തി അവിടെ ഇരുന്നാൽ മതി, ബാപ്പണ് സർവീസ് നടക്കും. ഡേർ പ്രജ ബൻ ജായേഗി. നിങ്ങൾക്ക് ഒത്തിരി പ്രജകളാകും. तो बाप सिर्फ कहते मुझे याद करो बस मन मनाबो अक्षर भूल गए हो. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ എന്നെ മാത്രം ഓർമ്മിക്കുക, കാരണം മന്മനാഭവം എന്നുള്ളത് നിങ്ങൾ മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വയം മക്കളോട് പറയുകയാണ്, മന്മനാഭവരാകൂ. शिव बाबा श्री कृष्ण को भी ये पद प्राप्त कराते, फिर धक्के खाने की क्या दरकार है. അതായത് ശിവബാബ തന്നെയാണ് ശ്രീകൃഷ്ണനെ അത്രയും ഉയർന്ന പദവി ഉള്ളവനാക്കി മാറ്റിയത്. അതുകൊണ്ട് ബാബ പറഞ്ഞു, നമ്മൾ ആ ഉന്തും തിക്കും തിരക്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. तो बाप को कहते सब मुझे याद कर. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കേവലം എന്നെ മാത്രം ഓർമ്മിക്കുക. तुम सबसे अच्छी सर्विस शिव के मंदिर में कर सकेगा. ബാബ പറയുന്നത്, നിങ്ങൾക്ക് നല്ല സേവനം എവിടെ ചെയ്യാൻ പറ്റുക? ശിവക്ഷേത്രങ്ങളിൽ. സർവീസ് की सफलता के लिए देही अभिमानी अवस्था में स्थिति होकर सर्विस कर. ബാബ പറഞ്ഞു, പോയിട്ട് വെറുതെ സർവീസ് ചെയ്യല്ല, നിങ്ങളുടെ സ്ഥിതി ആദ്യം തയ്യാറാക്കണം. അതുകൊണ്ട് ബാപ്പണ ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് സേവനം ചെയ്യും. ദിൽ സാഫ് തോ മുറാദ് ഹാസിൽ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കാം. ദേഹാഭിമാനത്തിൽ വന്ന് എന്നെ കൊണ്ടേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ, ബാക്കി ആരും ഒന്നും പറ്റില്ല, അങ്ങനെ ബാബ പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിലൊരു അഭിമാനത്തിൽ വന്നുകൊണ്ട് സേവനം ചെയ്യരുത്. അതുകൊണ്ടാണ് ബാപ്പണ ഹൃദയം ശുദ്ധമാണെങ്കിൽ എന്താകും? അതിൽ ഈശ്വരൻ സന്തുഷ്ടനാകും. बनारस के लिए बाबा तो खास राय देते, वहाँ वानप्रस्थियों का भी आश्रम है. ബാപ്പണ് വനാരസിലുള്ള കുട്ടികളോട് ബാബ പ്രത്യേകിച്ച് ഡയറക്ഷൻ കൊടുക്കുകയാണ്. അവിടെ ശിവക്ഷേത്രങ്ങൾ മാത്രമല്ല, അവിടെ ബാബ പറഞ്ഞ വൃദ്ധശദനങ്ങൾ, അതായത് വൃദ്ധാശ്രമങ്ങൾ കൂടുതലുണ്ട്. ബോലോ ഹം ബ്രഹ്മാക്കെ ബച്ചെ ബ്രാഹ്മൺ ഹെ. അവിടെ പോയി സേവനം ചെയ്. അവരോട് പറ, നമ്മൾ ബ്രഹ്മാവിൻ്റെ മക്കൾ ബ്രാഹ്മണരാണ്.
बाप ब्रह्मा द्वारा कहते मुझे याद करो. ബ്രഹ്മാവിൽ കൂടി സ്വയം ശിവ ഭഗവാൻ നമ്മളോട് പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ. और कोई उपाय नहीं, മറ്റൊരു ഉപായവുമില്ല. सुबह से लेकर रात तक शिव के मंदिर में बैठ सर्विस करो. രാവിലെ മുതൽ രാത്രി ബാപ്പുടെ ശിവക്ഷേത്രത്തിൽ പോയി സർവീസ് ചെയ്. ബാബു വീണ്ടും ആവർത്തിക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശിവ ബാബ खुद कहते हमारे मंदिर तो बहुत है. ബാബ സ്വയം യുക്തി പറയാണ്, എൻ്റെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്, നിങ്ങൾ അവിടെ പോയി സേവനം ചെയ്യും. തുമക്കോ കോയി ബി കുച്ച് കഹേഗാ നഹി, അവിടെ ആരും നിങ്ങളൊന്നും പറയുകയില്ല. അവർ ഹി ഖുഷ് ഹോങ്കെ, അവർ ഇനിയും സന്തുഷ്ടരാകും. കാരണം നിങ്ങൾ ശിവബാബയുടെ മഹിമയല്ലേ പാടുന്നത്. ബോലോ യെ ബ്രഹ്മ യെ ബ്രാഹ്മൺ യെ കോയി ദേവതാ നഹി. അവിടെ പറഞ്ഞെടുക്കുക, ഇത് ബ്രഹ്മാവാണ്, ബ്രാഹ്മണനാണ്, അല്ലാതെ ദേവതയല്ല. വബി ശിവബാബക്കു യാദ് കർ യെ പദവിലേത്തെ. അപ്പോൾ അവരും ബാബയെ ഓർമ്മിച്ച ആ പദവി നേടും. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു എന്നുള്ളത് അവിടെ സത്യം പറഞ്ഞു കൊടുക്കാം. ഇൻ ദ്വാര ശിവബാബ കേത്തി മാമിക്കം യാദ് കറു. അപ്പം ഈ ബ്രഹ്മാവിലൂടെയാണ് ശിവബാബ നമുക്ക് ഡയറക്ഷൻ തരുന്നത്, ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാപ്പണ് എത്ര എളുപ്പമാണല്ലോ സർവീസ് ചെയ്യാൻ. ബുജുർഗയ്ക്ക് കൊയ് ഇൻസൾട്ട് നഹി കരേഗ. ബാപ്പണ് വൃദ്ധരായിരിക്കുന്ന അമ്മമാർ അച്ഛന്മാർ ബാഡ്ജ് കുത്തി ബാപ്പണ് അമ്പലത്തിൽ പോയിരിക്കുക. അവരെ ആരും കളിയാക്കില്ലല്ലോ, അവർ പറയുന്നത് കേട്ടിരിക്കും. ബനാറസ് മേ അബി തക്ക് ഇത്തനി കൊയ് സർവീസ് ഹുയി നഹി. ബാപ്പണ ബനാറസിൽ ഇത്ര അധികം സേവനം ഇനിയും നടന്നിട്ടില്ല ആ സമയത്ത്. മെഡൽ വ ചിത്രം ഇപ്പോൾ സംജാന ബോധ് സഹജ്. ഒന്നിലെയും ബാപ്പണ് ബാഡ്ജ് അല്ലെങ്കിൽ ചിത്രങ്ങൾ, അതിൻ്റെ ആധാരത്തിൽ പറഞ്ഞു കൊടുക്കുക എളുപ്പമാണല്ലോ. കൊയ് ഗരീബ് ഏത്തോ ബോലോ തുമക്കോ ഫ്രീ ദേത്തേ ഹെ. ബാബ പറയണ അങ്ങനെ ദരിദ്രർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്ക്. സൗക്കാരേത്തോ ബോലോ തും ദേങ്കേത്തോ ബോത്തോം ക കല്യാൺ കേല്. ധനവാന്മാർ ബാഡ്ജ് മേടിക്കാൻ അല്ലെങ്കിൽ ചിത്രങ്ങൾ മേടിക്കാൻ വന്നാൽ അവർക്ക് ബാപ്പണ് ഇരട്ടി പൈസ കൊടുത്താലും കുഴപ്പമില്ല. അവരോട് പറയണം, നിങ്ങൾ നൽകുന്നത് എന്തോ അതിലൂടെ അനേകരുടെ മംഗളം ഉണ്ടാകും. ഓർച്ചപ്പാല്ലെങ്കിൽ അവർ തന്ന പണം കൊണ്ട് നമുക്ക് ഇനിയും നോട്ടീസോ അല്ലെങ്കിൽ ബുക്കോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. തുമാര ബി കല്യാൺ ഹോ ജായേഗ. അപ്പോൾ അവരോട് പറയണം, നിങ്ങൾ തരുന്ന ധനത്തിലൂടെ അനേക ആത്മാക്കളുടെ മംഗളം നടക്കും, അതിലൂടെ നിങ്ങൾക്കും മംഗളം ഉണ്ടാകും. യേ തുമാര ഡണ്ടാ സബ്സെ തീക്കാ ഹോ ജായേഗ, പോയി ട്രയൽ കർക്കെ ദേക്കും. അതുകൊണ്ട് ബാബ മക്കളോട് പറയുകയാണ്, ഈ ജോലിയാണ് നിങ്ങളുടേത് യഥാർത്ഥമായത്. ബാബയുടെ സന്ദേശം കൊടുക്കാം, അത് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് ബാപ്പണ് ഞാൻ പറയുന്നതൊന്ന് ട്രയൽ ചെയ്ത് നോക്കൂ. ശിവക്ഷേത്രത്തിൽ പോയി ബാബ പറഞ്ഞ ബാഡ്ജസ് ആകട്ടെ അല്ലെങ്കിൽ പുസ്തകങ്ങളാകട്ടെ നോട്ടീസാകട്ടെ ചിത്രങ്ങളാകട്ടെ ബാബ പറഞ്ഞ അതിന് വെക്ക്, വിൽപ്പനയ്ക്ക് വെക്ക്, സർവീസ് ചെയ്യാൻ തുടങ്ങ്. സമ്പന്നരാണെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കട്ടെ, ദരിദ്രരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. പക്ഷെ ബാപ്പണ് എങ്ങനെയാണെങ്കിലും യുക്തി ഉപയോഗിച്ച് ബാബയുടെ സന്ദേശം കൊടുക്കണം. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. इनके धारणा पॉइंट्स നോക്കാം. ज्ञान को जीवन में धारण कर फिर सर्विस करनी है. ഒന്നാമത്തെ പോയിന്റ്, ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്ത് ശേഷം സർവീസ് ചെയ്യണം. जो जास्ती सर्विस करते अच्छे लक्षण हैं उनका रिगार्ड भी ज़रूर रखना. ആരാണോ കൂടുതൽ സർവീസ് ചെയ്യുന്നത് നല്ല ലക്ഷണമുള്ളവർ അവർക്ക് വളരെയധികം ബഹുമാനം നൽകണം. ബാബയുടെ കുട്ടികൾ കൂടുതൽ സർവീസ് ചെയ്യുന്നവർ നല്ല ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അവർക്ക് വളരെയധികം ആദരവ് നൽകണം. 2, कर्म करते याद में रहने की आदत डालनी है. കർമ്മം ചെയ്തുകൊണ്ട് ഓർമ്മയിലിരിക്കുവാനുള്ള ശീലമുണ്ടാകണം. കർമ്മം ചെയ്തുകൊണ്ട് ഓർമ്മയിലിരിക്കുവാനുള്ള ശീലം ഉണ്ടാകണം. सर्विस की सफलता के लिए अपनी अवस्था देही अभिमानी बनानी है. സർവീസിൽ സഫലത നേടുന്നതിന് വേണ്ടി
ആത്മാഭിമാനി സ്ഥിതിയുള്ളവരാകണം. സർവീസിൽ സഫലത നേടുന്നതിനു വേണ്ടി ആത്മാഭിമാനി സ്ഥിതിയുള്ളവരാകണം. പിന്നീട് ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയം എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. वरदान. सर्व समस्याओं की विदाई का समारोह मनाने वाले समाधान स्वरूप भव. സർവ പ്രശ്നങ്ങൾക്കും യാത്രയപ്പ് ചടങ്ങ് നടത്തുന്ന, സർവ പ്രശ്നങ്ങൾക്ക് യാത്രയപ്പ് ചടങ്ങ് ആഘോഷിക്കുന്ന സമാധാന സ്വരൂപരായി ഭവിക്കും. ഫെയർവെൽ സെറമണി. അതിൻ്റെ വിവരണമാണ്. समाधान स्वरूप आत्माओं की माला तब तैयार होगी जब आप अपने संपूर्ण स्थिति में स्थित होंगे. എപ്പോഴാണോ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോഴേ സമാധാന സ്വരൂപ ആത്മാക്കളുടെ മാല തയ്യാറാകും. എപ്പോഴാണോ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിൽ സ്ഥിതരാകുന്നത്, അപ്പോഴേ സമാധാന സ്വരൂപ ആത്മാക്കളുടെ മാല തയ്യാറാകും. संपूर्ण स्थिति में समस्याएं बचपन का खेल अनुभव होती है. സമ്പൂർണ്ണ സ്ഥിതിയിൽ എല്ലാ പ്രശ്നങ്ങളും കുട്ടിക്കളിയുടെ രൂപത്തിൽ അനുഭവപ്പെടും. കുട്ടിക്കളിയുടെ രൂപത്തിൽ അനുഭവപ്പെടും. അതായത് സമാപ്തിയാകും. സമ്പൂർണ്ണ സ്ഥിതിയുടെ മുന്നിൽ ഒരു പ്രശ്നവും നിലനിൽക്കില്ല. जैसे ब्रह्मा बाबा के सामने यदि कोई बच्चा समस्या लेकर आता था तो समस्या की बातें बोलने की हिम्मत भी नहीं होती थी. ഉദാഹരണത്തിൽ ബാബ പറയണ്, ബ്രഹ്മ ബാബയുടെ മുന്നിൽ ഏതെങ്കിലും കുട്ടികൾ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി അഥവാ കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വരുമ്പോൾ, ബാബയുടെ മുന്നിലെത്തുമ്പോൾ കംപ്ലൈൻറ്റ് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാകാറില്ല. എന്താണ് പറയേണ്ടത് അതുപോലും മറന്നു പോകാറുണ്ട്. പറയാൻ വന്ന കാര്യം പോലും എന്താകും? മറന്നു പോകാറുണ്ട്. ऐसे आप बच्चे भी समाधान स्वरूप बनो तो आधा कल्प के लिए समस्याओं का विदाई समारोह हो जाएगा. അതേപോലെ താങ്കൾ കുട്ടികളും സമാധാന സ്വരൂപരാവുക. അപ്പോൾ അരകൽപ്പത്തിലേക്ക് വേണ്ടി എല്ലാ പ്രശ്നങ്ങൾക്കും വിടവാങ്ങൽ സെറിമണി നടക്കും. അരകൽപ്പത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും വിടവാങ്ങൽ സെറിമണി, ഫെയർവെൽ സെറിമണി നടക്കും. വിശ്വ की समस्याओं का समाधान ही परिवर्तन है. വിശ്വത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സമാധാനം, അതാണ് പരിവർത്തനം. വിശ്വത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സമാധാനം, അതാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആ ഒരു പരിവർത്തനം വരണമെങ്കിൽ ബാപ്പണ് നമ്മുടെ സമ്പൂർണ്ണ സ്ഥിതി നമ്മുടേതാക്കി മാറ്റാം. स्लोगन. जो सदा ज्ञान का सिमरन करते वे माया के आकर्षण से बच जाता. ആരാണോ സദാ ജ്ഞാനത്തെ സ്മരണ ചെയ്യുന്നത് അവർ മായയുടെ ആകർഷണത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കും. അവർ രക്ഷപ്പെടും. മായയുടെ ആകർഷണത്തിൽ നിന്നും അവർ രക്ഷപ്പെടും. അതിനെന്ത് വേണം? ജ്ഞാനത്തിൻ്റെ സ്മരണ നിത്യവും നടക്കണം. അവ്യക്ത ഇഷാരയുടെ പോയിൻ്റാണ് മനസാ സേവനത്തിന് വേണ്ടി. अपने डबल लाइट फरिश्ता स्वरूप में स्थित हो, साक्षी बन, सब पार्ट देखते, सका श्रद्धा सहयोग दो, क्योंकि आप सर्व के कल्याण के निमित्त हो. തൻ്റെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ സ്ഥിതിയിലിരുന്നു കൊണ്ട്, തൻ്റെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ സ്ഥിതിയിലിരുന്നു കൊണ്ട് സാക്ഷിയായി എല്ലാ പാർട്ടും കണ്ടുകൊണ്ട്, എല്ലാ പാർട്ടും വീക്ഷിച്ചുകൊണ്ട്
സകാശ്, അതായത് സഹയോഗം നൽകും. സകാശ് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സഹയോഗം കൊടുക്കുക. കാരണം നിങ്ങൾ തന്നെയാണ് സർവരുടെ മംഗളം ചെയ്യുവാൻ നിമിത്തമായവർ. നമ്മളാരാണ്? സർവരുടെ മംഗളം ചെയ്യാൻ നിമിത്തമായവർ. യെ സകാശ് ദേനാ ഹി നിഭാനാ ഹെ. സകാശ് കൊടുക്കുക എന്നത് തന്നെയാണ് നിറവേറ്റുന്നത്. ലേക്കിൻ ഊഞ്ചി സ്റ്റേജ് पर स्थित होकर സകാശ് ദോ. പക്ഷേ സർവർക്കും സകാശ് കൊടുക്കണമെങ്കിൽ, ആ ഒരു വൈബ്രേഷൻ കൊടുക്കണമെങ്കിൽ ബാബ പറഞ്ഞു നിങ്ങളുടെ സ്ഥിതി ഉയർന്നതാകണം, എന്നിട്ട് സകാശ് കൊടുക്കും. वाणी की सेवा के साथ साथ मनसा शुभ भावनाओं की वृत्ति द्वारा സകാശ് देने की सेवा करो. വചനസേവ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മനസ്സിൻ്റെ ശുഭഭാവനകളുടെ ചിന്താധാരയിലൂടെ, മനസ്സിൻ്റെ ശുഭഭാവനകളുടെ വൃത്തി, അതായത് ചിന്താധാരയിലൂടെ സകാശ് കൊടുക്കുവാനുള്ള സേവനം ചെയ്യും. പ്രകമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻ കൊടുക്കുവാനുള്ള സേവനം ചെയ്യും. ഓം ശാന്തി. അപ്പം ഇന്ന് ജനുവരി 3-ാമത്തെ ദിവസം ബാബ നമുക്ക് നൽകിയിരിക്കുന്ന ശിക്ഷണ എന്താണ്? പഠിപ്പിൽ ശ്രദ്ധ കൊടുക്കുക, സേവനത്തിൽ ശ്രദ്ധ കൊടുക്കുക. ബാബ അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഓർമ്മപ്പെടുത്തി, സമയം കുറഞ്ഞു വരികയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ പുരുഷാർത്ഥം ചെയ്ത് നമുക്കും ഉയർന്ന സ്ഥിതിയിലേക്ക് പോകണം, സമ്പന്ന സ്ഥിതിയിലേക്ക് പോകണം, അല്ലേ? അതേ സമയത്ത് ബാബ പറഞ്ഞ എല്ലാ ആത്മാക്കളുടെ മംഗളം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ബാബ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സേവനവും ചെയ്യാം. ഇന്നത്തെ സുമാനം എപ്പോഴും സ്മൃതിയിൽ വയ്ക്കുക. പരംപവിത്ര ബിന്ദു സ്വരൂപ ആത്മാവാണ് ഞാൻ. ബാബ ഇന്ന് നമുക്ക് ഡയറക്ഷൻ നൽകി ആത്മാഭിമാനിയാണ്. അപ്പോൾ പരംപവിത്ര സ്ഥിതിയുടെ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കുമ്പോൾ ആത്മാഭിമാന സ്ഥിതി അതിൽ വരും. അതുപോലെ തന്നെ ഫരിഷ്ത ഡബിൾ ലൈറ്റ് സ്വരൂപ സ്ഥിതിയും നമ്മുടേതാകും. നമ്മളിലൂടെ മുഴുവൻ പ്രകൃതിക്കും അന്തരീക്ഷത്തിനും മറ്റുള്ള ആത്മാക്കൾക്കും എല്ലാം ഉണ്ടാകും. നമ്മളിലൂടെ ആ പ്യൂർ വൈബ്രേഷൻ ഉണ്ടാകും, സ്പ്രെഡായിക്കൊണ്ടിരിക്കും. ഇപ്പം ജനുവരി മാസത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന മാലാഖിയായി മാറാം. ഓം ശാന്തി.